ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം പ്രതി ഭാവയാമി. കഥാമയും ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതേ സ്തുതി യഥാമതി തൽപരിദോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുദേശാം. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ നമഃ. ശ്രീ ഹരേ നമഃ. ശ്രീ ഹരേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ കഥകളാണ് ഇപ്പോൾ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സാക്ഷാൽ ഭഗവാന്റെ അന്തർധാനം സഹിക്കാൻ പറ്റാതെ ദുഃഖത്തിൽ ആണ്ടുപോയ അർജുനൻ ധർമ്മത മഹാരാജാവിന്റെ അടുത്ത് തന്റെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. ആ അർജുനനോട് എന്താണ് ഇത്രയും താമസിച്ചത് എന്നുള്ള ചോദ്യം, ധർമ്മപുത്രന്റെ ചോദ്യം. അതിന് മറുപടിയായി ഭഗവാന്റെ അന്തർധാനത്തെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അർജുനൻ ആ ദുഃഖം താങ്ങാൻ പറ്റാതെ അർജുനൻ വിഷമിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള തൻ്റെ ആ ദുഃഖം, ആ വേർപാടിൻ്റെ അഗാധമായ ദുഃഖം പുറത്തു വന്നത് ചില വാക്കുകളിൽ കൂടിയാണ്. ആദ്യത്തെ വാക്ക് തന്നെ ആ ദുഃഖത്തിന്റെ കാഠിന്യം വിളിച്ച് പറയുന്നതാണ്. വഞ്ചിതോഹം മഹാരാജ. ഭഗവാനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ആദ്യത്തെ വാക്യം. ഏതൊക്കെ തരത്തിലാണ് വഞ്ചിക്കപ്പെട്ടത് അതാണ് ഓരോ കഥകളിൽ കൂടി പാണ്ഡവന്മാർക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയ ഓരോ ആനുകൂല്യത്തെക്കുറിച്ചും ആണ് പിന്നെ ഓരോ ഭാഗങ്ങളിലായി, ഓരോ ശ്ലോകങ്ങളിലായി പറയുന്നത്. അതങ്ങനെ കേട്ട് 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 ഭഗവാന്റെ മനസ്സ് പൂർണ്ണമായി എത്തിച്ചേർന്നു ധർമ്മപുത്രന്റെയൊക്കെ. അപ്പൊ ആദ്യം തന്നെ പാഞ്ചാലി സ്വയംവര രംഗമാണ് അനുസ്മരിച്ചത്. അതുപോലെ തന്നെ പാഞ്ചാലി സ്വയംവരം, പിന്നെ ഗാണ്ഡവ ദഹനം, അതിൽ നിന്നാണല്ലോ പാണ്ഡവൻ അർജുനന് ഗാന്ധിയം എന്ന് പറയുന്ന ധനുസ്. അതുപോലെ തന്നെയാണ് മയ നിർമ്മിതമായ സഭ ഉണ്ടായത്. വീണ്ടും അർജുനൻ ആ പഴയ കാലത്തിലേക്ക്, ഭഗവാന്റെ അനുഗ്രഹം, കാരുണ്യം ലഭിച്ച ആ രംഗങ്ങളിലേക്ക് പോകുന്നു. പിന്നീട് പറഞ്ഞത് തേജസ. 9-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 9-ാമത്തെ ശ്ലോകം ഭാഗവതത്തിൽ ആദ്യത്തെ പതിപ്പിലില്ല എന്നും വേദവ്യാസകൃതമല്ല എന്നും അത് പ്രക്ഷിപ്തമാണ് എന്നും ഒക്കെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ശ്രീധരാചാര്യര് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഈ ശ്ലോകം വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ഇപ്പൊ തള്ളിക്കളയേണ്ട ഒന്നല്ല, അതിന് പ്രാധാന്യമുണ്ട്. അത് ഭീമസേനൻ വഴിയാണെങ്കിലും ധർമ്മപുത്രൻ വഴിയാണെങ്കിലും മറ്റുള്ള നഗര സഹദേവന്മാര് വഴിയാണെങ്കിലും
കിട്ടിയ ആനുകൂല്യം അല്ല എന്ന് പറയാൻ വയ്യല്ലോ. തേജസാ നൃവശിരോഗ്രിമഹന്മഹാർദ്ധേ ആര്യോനുജസ്തവഗജായ് സത്വവീര്യ. സാക്ഷാൽ ജരാസന്ധനെ ഭീമനെ കൊണ്ട് കൊല്ലിച്ച രംഗമാണ് ഇവിടെ ആ ശ്ലോകം കൊണ്ട് അനുസ്മരിക്കുന്നത്. ശരിക്ക് ജരാസന്ധന്റെ രാജ്യമായ ഗിരിവ്രതത്തിലേക്ക് പാണ്ഡവന്മാര് എല്ലാവരും കൂടി പോകേണ്ട കാര്യമില്ല. രണ്ട് ഉദ്ദേശമാണ് അതിനുള്ളതെന്നാണ് പറയുക. ഒന്നാമത്, ജരാസന്ധന്റെ ജയിലറയില് 20,800 രാജാക്കന്മാര് ജരാസന്ധന്റെ ഒരു വഴിപാട് ആയിരുന്നു 20,800 രാജാക്കന്മാരുടെ ശിരസ് വെട്ടിക്കൊള്ളാമെന്ന്, എന്നിട്ട് ബലി കൊടുത്തുകൊള്ളാമെന്ന് ഏതോ ഒരു ദൈവത്തിന്. അപ്പൊ അതിനു വേണ്ടിയാണ് അവരെ അവിടെ താമസിപ്പിച്ചത്. അപ്പൊ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അപ്പൊ ജരാസന്ധനെ കൊല്ലാണ്ട് അവരെ രക്ഷിക്കാൻ പറ്റില്ല. ജരാസന്ധനെ കൊല്ലാൻ ഭീമസേനന് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഭീമസേനന് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. രണ്ടുപേരും തുല്യ ബലവാന്മാരാണ് താനും. 10,000 ആനയുടെ ബലമാണ് ജരാസന്ധനുള്ളത്. അതുപോലെ 10,000 ആനയുടെ ബലമാണ് ഭീമസേനനുമുള്ളത്. ഇതിന് എന്താ വ്യത്യാസം? ജരാസന്ധനും ഭീമസേനും ഒരേ ബലമാണ്. പിന്നെന്താ, യുദ്ധത്തിൽ രണ്ടുപേരും ഗദായുദ്ധത്തിൽ പ്രാവീണ്യം നേടിയവരാണ്. ഏത് തരത്തിലുള്ള യുദ്ധ തന്ത്രവും രണ്ടുപേർക്കും വശമാണ്. പിന്നെ എന്താ ഭീമസേന ഉള്ള ഒരു പ്രത്യേകത, ഒരു കൂടുതലായിട്ടുള്ള യോഗ്യത? അത് ശ്രീകൃഷ്ണന്റെ സഹായം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണ വേഷധാരികളായിട്ട് അവർ ചെന്നുവെന്നും ആ കഥ വളരെ പ്രസിദ്ധമാണ്. നമുക്ക് ഇനിയും പിന്നീട് അത് അനുസ്മരിക്കാൻ പറ്റും. ഭാഗവത ദശമസ്കന്ധത്തിൽ ആ ഭാഗം വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നതും ജരാസന്ധന്റെ കയ്യിൽ നിന്നും വരം മേടിച്ചതും ദ്വന്ദ്വയുദ്ധമാണ് വരമായിട്ട് മേടിച്ചത്. ആ യുദ്ധത്തിൽ ജരാസന്ധനെ ഒരു തരത്തിലും കൊല്ലാൻ പറ്റാതെ വന്നപ്പോൾ ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം ജരാസന്ധന്റെ ഒരു കാൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ കാല് പിടിച്ച് രണ്ടായിട്ട് അങ്ങനെ കീറി വലിച്ചെറിഞ്ഞു. ജര കൂട്ടിയോജിപ്പിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ജരാസന്ധൻ എന്ന് പേര് കിട്ടത്. ആ കഥയൊക്കെ പിന്നീട് വിസ്തരിക്കാം. അത് അങ്ങനെ ആ ജരാസന്ധനെ കൊന്നു. ജരാസന്ധനെ കൊല്ലാൻ വേറെ ആര് വിചാരിച്ചാലും എളുപ്പമല്ല, സാധ്യമല്ല. അതറിയാവുന്ന ഭഗവാൻ ഭീമസേനനെ കൊണ്ട് അത് ചെയ്തു. അപ്പൊ നോക്കൂ, അങ്ങനെ ഉള്ള ആ പ്രവൃത്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പാണ്ഡവന്മാര് അല്ലെങ്കിൽ ഭീമസേനൻ ബാക്കി കാണില്ല. അപ്പൊ അങ്ങനെ ഇത്രയൊക്കെ കാരുണ്യം കാണിച്ച ആ ഭഗവാൻ ഇപ്പോ കൂടെയില്ല. ഒരാവശ്യം ഇപ്പോഴുണ്ടായാൽ ആരെയാ നമ്മൾ സമീപിക്കുക? വഞ്ചിതോഹം മഹാരാജ. ഭഗവാൻ ഭഗവാനാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിയട്ടെ. ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കഥാപാത്രം, ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ് പാഞ്ചാലി. കവികളൊക്കെ പറയും പാഞ്ചാലി ഭഗവത് ഭക്ത. ഭഗവത് ഭക്തിയുടെ കാര്യത്തില് പാഞ്ചാലി ഒന്നാം നിരയിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. കുന്തിദേവിയുടെ ആ നിലയായാലും ഭീഷ്മരുടെ നിലയായാലും അതുപോലെ ഉത്തരയുടെ നിലയായാലും അല്ലെ, ആ ഒന്നാം നിരയിൽ തന്നെയാണ് പാഞ്ചാലിയുടെ സ്ഥാനവും. അത് പരസ്പരം രണ്ടുപേർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള ആ പാഞ്ചാലി എത്രമാത്രം ദുഃഖമാണ് അനുഭവിച്ചത് ആലോചിച്ച് നോക്കൂ. രാജാക്കന്മാർക്ക് ഈ നിയമപ്രകാരം ഈ പറയുന്ന ചൂതുകളിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചൂത് കളിക്കാൻ വിളിച്ചാൽ പറ്റില്ല എന്ന് അഭിമാനമുള്ള രാജാക്കന്മാർ പറയില്ല. ഇതറിഞ്ഞുകൊണ്ടാണ് ദുര്യോധനൻ സാക്ഷാൽ ധർമ്മപുത്ര മഹാരാജാവിനെ ചൂത് കളിക്കാൻ വിളിച്ചത്. ധർമ്മപുത്രൻ രാജാവാണ്. അന്ന് ഹസ്തിനാപുരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ എല്ലാ പ്രൗഢിയോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിഞ്ഞ് രാജ്യം ഭരിക്കുന്ന കാലമാണ്. എല്ലാ യോഗ്യതകളും അതുകൊണ്ട് അസൂയ പെരുകി എങ്ങനെയെങ്കിലും ഈ പാണ്ഡവന്മാരെ ഒന്ന് പുറത്താക്കണം, എന്നിട്ട് ഇന്ദ്രപ്രസ്ഥം കൈക്കലാക്കണം എന്ന് വിചാരിച്ച് തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴാണ് സാക്ഷാൽ ശകുനി പറഞ്ഞത് ഒരു മാർഗം.
അങ്ങനെയാണ് തീരുമാനിച്ചത് ഈ ചൂത് കളിക്കാൻ വിളിക്കാൻ. ചൂത് കളിക്കാൻ വിളിച്ചു. വളരെ പ്രസിദ്ധമാണ് ആ കഥയൊക്കെ. ചൂത് കളിക്കാൻ വിളിച്ചു. പലരും പറഞ്ഞു വേണ്ട, എന്തോ സൂത്രപ്പണി ഉണ്ട് ഇതിന്റെ പുറകിലെന്ന്. അതൊന്നും കണക്കാക്കാതെ ധർമ്മപുത്രൻ അങ്ങനെ സമ്മതിച്ചു. ചൂതുകളി ആരംഭിച്ചു. ഇപ്പൊ ചൂതുകളിയില് ഈ ധർമ്മപുത്ര മഹാരാജാവ് ചൂത് കളിക്കാനായിട്ട് നേരിട്ട് ഇരുന്നു. എന്നാൽ അതേ സമയത്ത് ദുര്യോധനൻ കളിക്കുന്നതിന് പകരം ശകുനിയെ കൊണ്ട് കളിപ്പിച്ചു. ഇപ്പൊ ദുര്യോധനന്റെ ആൾപ്പേരായിട്ട് ശകുനി. എന്നാൽ ധർമ്മപുത്രൻ പറഞ്ഞാൽ മതി, ദുര്യോധന അങ്ങനെ താൻ ഒരാളെ വെച്ച് കളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വേറൊരാളെ വെക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അത് പറഞ്ഞില്ല. ഏതായാലും കൊള്ളാം, ആദ്യം ചൂത് കളിച്ച് എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം തിരിച്ചു കൊടുത്തു. രണ്ടാമത് ചൂത് കളിച്ചു, എല്ലാം പണയം വെച്ചു എന്ന കഥ. എന്തിന് പറയണു, ഈ ഉത്തരീയവും ഉടുമുണ്ടും വരെ പണയം വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പാഞ്ചാലിയെ പണയം വെച്ചു. ശരിക്ക് അതിനുള്ള അർഹതയില്ല എന്നാണ് പലരും പറഞ്ഞത്. സ്വയം പണയപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ വേറൊരാളെ പണയം വെക്കുക? പക്ഷെ സ്വയം പണയം വെച്ച ശേഷമാണ് പാഞ്ചാലിയെ പണയം വെച്ചത്. എന്നാൽ അവിടെ കൗരവന്മാര് ദുര്യോധനൻ ഒരു മര്യാദ കാണിക്കേണ്ടതല്ലേ? പക്ഷെ അത് ചെയ്തില്ല. എന്നിട്ടാണ് ദുശാസനനെ വിട്ട് പാഞ്ചാലിയെ സദസ്സിലേക്ക് കൊണ്ടുവന്ന് അപമാനിക്കാൻ തീരുമാനിച്ചത്. ഏകവേണീധരയും അതുപോലെ തന്നെ ഏകവസ്ത്രയുമായിരിക്കുന്ന ആ പാഞ്ചാലിയെ, രജസ്വലിയായിരിക്കുന്ന പാഞ്ചാലിയെ വലിച്ചിഴച്ചുകൊണ്ട് വന്നു. ആ തലമുടി കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് അങ്ങനെ വന്നു. അരുതേ അരുതേ, ദുശാസനെ അരുതേ എന്ന് പാഞ്ചാലി പറഞ്ഞു. സദസ്സിലുള്ള പലരും അത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ, ചിലരൊക്കെ തല കുനിച്ചു ഇരുന്നു, ചിലരൊക്കെ അത് അനുമോദിച്ചു, ചിലരൊക്കെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ഓരോരുത്തരുടെ അവരുടെ ആ സംസ്കാരത്തിന്റെ നിലവാരം അനുസരിച്ച് അത് കണ്ട് നിന്നു. ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ വന്നപ്പോ പാഞ്ചാലി കാക്ക വീണെന്നാ പറയാ. എന്നിട്ടാണ് ആ ഭഗവാന്റെ പാദങ്ങൾ കഴുകിച്ചു. കൃഷ്ണ, അങ്ങനെ കാണുന്നില്ലേ? ഇവർ ചെയ്യുന്ന അക്രമത്തിന് ഒരു തടയിടാൻ അങ്ങേക്ക് സാധിക്കില്ലേ? ഭഗവാൻ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല, ഒരക്ഷരവും മിണ്ടിയില്ല. എന്താ ഭഗവാൻ മിണ്ടാത്തത് എന്നാണെങ്കിൽ, ഇതൊക്കെ തന്റെ തീരുമാനം തന്നെയാണ്. താൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടക്കണമെങ്കിൽ ഇതൊക്കെ ആയാലും മതിയാവുകയുള്ളൂ. അങ്ങനെയാണ് പാഞ്ചാലി ഏതായാലും ആ വസ്ത്രാക്ഷേപത്തിന് തിരിഞ്ഞു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വലിയ ഒരു ദോഷമൊന്നും സംഭവിക്കാതെ ആ രംഗം അങ്ങനെ അവസാനിച്ചു. അപ്പൊ അങ്ങനെ അന്ന് കഴിഞ്ഞു. പിന്നെ വനവാസം എല്ലാം കഴിഞ്ഞു, അജ്ഞാതവാസം കഴിഞ്ഞു, മടങ്ങി വന്നു. ആ മടങ്ങി വന്നപ്പോ ചോദിച്ചു എന്നാ പറയാ, ഇനിയും കൃഷ്ണ, ഇതിനൊരു തടയിടാനാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇനിയും അങ്ങ് യുദ്ധമില്ലാതെ ഒരു സന്ധിക്കാണോ അങ്ങ് മുതിരുന്നത് എന്ന് ചോദിച്ചപ്പോ, അതുകൊണ്ട് അങ്ങ് കൗരവന്മാരുമായി സന്ധിക്ക് ഒരുങ്ങുമ്പോ ഒന്നും അങ്ങ് മറക്കരുത്. ഈ ഉള്ളവരുടെ അഴിച്ച കൈശവം കെട്ടാൻ അരാതി മൃതി കാത്തവൾ. എന്റെ ഈ തലമുടി അങ്ങ് മറക്കരുത്. ഈ തലമുടി, എന്റെ തലമുടി കുത്തിപ്പിടിച്ച് എന്നെ അപമാനിച്ച ദുശാസനന്റെ മാറിയേറി ആ ചോര എടുത്ത് അത് എന്റെ തലമുടിയിൽ പുരട്ടിയാലേ, അതും ഭീമൻ ചെയ്താലേ ഞാൻ തലമുടി കെട്ടുകയുള്ളൂ എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. ആ സത്യം അങ്ങ് മറന്നു പോകരുത്, എന്റെ തലമുടി അങ്ങ് മറക്കരുത് എന്ന് പറഞ്ഞ് കണ്ണീരൊലിച്ചപ്പോ എന്താ ഭഗവാൻ പറഞ്ഞത്? പാഞ്ചാലി, സംശയിക്കണ്ട, ഞാനത് മറന്നിട്ടില്ല. ഞാൻ മറന്നിട്ടില്ല എന്ന് മാത്രമല്ല, അല്ലേ, നിന്റെ തലമുടി, നിന്നെ അപമാനിച്ച തലമുടിയിൽ പിടിച്ച് നിന്നെ അപമാനിച്ച ആ ദുശാസനന്റെ അതിന് കൂട്ടുനിന്ന കൗരവന്മാരുടെ ഭാര്യമാര് ഇനി ഒരു കാലത്തും മുടി കെട്ടില്ല. ആ അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടെത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? പണ്ടത്തെ കാലത്ത് വിധവകളായ സ്ത്രീകൾക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അവര് ഒട്ടു തൊടാറ് പതിവില്ല, അവര് നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാറ് പതിവില്ല, അവര് തലമുടി കെട്ടാറ് പതിവില്ല. ഇതൊക്കെ പഴയൊരു സമ്പ്രദായമാണ്. അപ്പൊ ഇനിയും
ഈ കൗരവന്മാരുടെ പത്നിമാര് മുടി കെട്ടില്ല എന്ന് പറഞ്ഞാൽ കൗരവന്മാരെ മുഴുവൻ കൊല്ലാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യും എന്ന് പറയലാണ്. എന്തായാലും അങ്ങനെ ആ പാഞ്ചാലിയെ സമാധാനിപ്പിച്ച ആ വാക്കുകള് ഇനി നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിക്കുകയാണ് സാക്ഷാൽ അർജുനൻ. സ്പഷ്ടം വികീര്യപദയോ പൈലാശ്വമുഖ്യായ സത്രിയോ ഹൃദഹദേശ വിമുക്തേശാം യോനോ ജുഗോപ വനമേത്യ ദുരന്തകൃച്ഛ്രാൽ ദുർവാസസോ വിഹിതാത് ഐദാഗ്ര്യഭുഗ്യാം. പിന്നെ വളരെ വിശേഷപ്പെട്ട ഒരു രംഗത്തിലേക്കാണ് അർജുനന്റെ മനസ്സ് പോകുന്നത്, പുറകോട്ട് സഞ്ചരിച്ചത്. അജ്ഞാത ചൂതികളില് എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം വനവാസം, പിന്നെ അജ്ഞാതവാസം, അത് കഴിഞ്ഞ് മടങ്ങി വന്നാൽ രാജ്യം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെയാണ് അവർ വനത്തിലേക്ക് പോയി. പല സ്ഥലങ്ങളിൽ അവർ സഞ്ചരിച്ചു. കാട്ടില് സഞ്ചരിച്ച് ഒരു ഭാഗത്ത് അങ്ങനെ എത്തിയപ്പോ അവിടെ വെച്ച് ഇങ്ങനെയായാൽ കുറച്ച് ബുദ്ധിമുട്ടാവും, ഭക്ഷണം വേണ്ടതുപോലെ ഇല്ല, പാണ്ഡവന്മാരും പാഞ്ചാലിയുണ്ട്. അപ്പം ആരോ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി, ആ സൂര്യനെ തപസ് ചെയ്യൂ. ആ സൂര്യനെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആഹാരത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടി വേണ്ടി വരില്ല, അക്ഷയപാത്രം ലഭിക്കും. അങ്ങനെയാണ് അർജുനൻ സൂര്യനെ തപസ് ചെയ്തു. ആ സൂര്യന്റെ അനുഗ്രഹം കൊണ്ട് അക്ഷയപാത്രം കിട്ടി. എന്താ അക്ഷയപാത്രത്തിന്റെ പ്രത്യേകത? ക്ഷയിക്കില്ല എന്നാണ്. എന്ത് വേണമെങ്കിലും കിട്ടും, എന്ത് ഭക്ഷണ സാധനങ്ങളും കിട്ടും. പക്ഷേ അത് ഒരു ദിവസം ഒരു നേരം മാത്രം. അതും പാഞ്ചാലിയുടെ ഭക്ഷണത്തിന് മുൻപ് വരെ. പാഞ്ചാലി 3 മണിക്കാ കഴിക്കുന്നെങ്കിൽ അതുവരെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അതിൽ നിന്നും ഒന്നും പുറത്തു വരില്ല. അങ്ങനെയാണ് സാക്ഷാൽ അർജുനനും ധർമ്മപുത്രനും ഭീമനും പാണ്ഡവന്മാരും എല്ലാവരും കൂടി അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാ പറയാ. ചില ബ്രാഹ്മണരൊക്കെ ഈ കാട്ടിൽ കൂടിയൊക്കെ സഞ്ചരിക്കും, ചില മഹർഷിമാരൊക്കെ. അതെല്ലാം കഴിഞ്ഞ് അവര് ഈ കൗരവ രാജധാനിയിലെത്തും. ഈ കൗരവ രാജധാനിയിൽ എത്തിക്കഴിയുമ്പോ ദുര്യോധനൻ ചോദിക്കും അവരോട്, അല്ല ബ്രാഹ്മണരെ, സന്യാസിമാരെ, നിങ്ങള് എൻ്റെ ബന്ധുക്കള്, എൻ്റെ ചെറിയച്ഛൻ്റെ മക്കള് പാണ്ഡവന്മാരെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ അവര് പറയും, എൻ്റെ ദുര്യോധന, സത്യം പറഞ്ഞാൽ പാണ്ഡവന്മാരാണ് ഭാഗ്യവാന്മാര്. അങ്ങക്ക് ഇവിടെ ഭക്ഷണം കഴിച്ച് ഇവിടെ കഴിയുമ്പോ ഒപ്പം പല ഉത്തരവാദിത്തങ്ങളും പല കടമകളും പല കാര്യങ്ങളും ഉണ്ട് രാജ്യം ഭരിക്കുമ്പോൾ. എന്നാൽ പാണ്ഡവന്മാർക്ക് ഇതൊന്നും അറിയണ്ട, സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. നല്ല ഭക്ഷണം, നല്ല വിശ്രമം, അല്ലെ, അത് നല്ല ചിന്തകള് അവരെ കാട്ടിൽ കഴിഞ്ഞുകൂടുക. അങ്ങനെയോ? അപ്പൊ അവര് കഷ്ടപ്പെടുകയല്ലേ കാട്ടില്? എങ്ങനെ കഷ്ടപ്പെടാൻ അവർക്ക് അക്ഷയപാത്രം ലഭിച്ചില്ലേ? ഇതൊക്കെ എങ്ങനെ കേൾക്കുമ്പോ അസൂയ കൂട്ടി വരിക ദുര്യോധനന്. എങ്ങനെ ഇതിനൊരു തടയിടണം? അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് സാക്ഷാൽ ദുർവാസാവ് മഹർഷി ദുര്യോധന കൊട്ടാരത്തിൽ എത്തിയത്, ഹസ്തിനാപുരം കൊട്ടാരത്തിൽ എത്തിയത്, ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയത്. വേഗം സ്വീകരിച്ചു. അവിടെ ദുര്യോധനന്റെ സർക്കാരം ഏറ്റ് ദുര്യോധനന്റെ ആ നല്ല വാക്കുകൾ ഒക്കെ കേട്ട് കുറച്ച് ദിവസം അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടി ദുർവാസാവ്. അങ്ങനെ ഒരു ദിവസം ദുർവാസാവ് പറഞ്ഞു, ദുര്യോധന, ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ തൊട്ട് കുറെ ദിവസങ്ങളായി, തൽക്കാലം ഞാൻ വിട വാങ്ങുകയാണ്, ഞാൻ ഇവിടെ പോവുകയാണ്. നിന്റെ ആ സ്നേഹമസരണമായ ബഹുമാന പുരസ്സരത്തോടു കൂടിയ സൽക്കാരങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചു. കർണനൊക്കെ ഉണ്ട് അവിടെ. കർണനൊക്കെ പ്രേരിപ്പിച്ചു ദുര്യോധനോട്, ആ വരം ചോദിക്കണം. എന്ത് വരാ ചോദിക്കേണ്ടത്? മറ്റൊന്നുമല്ല, അങ്ങ് ഇവിടെ വന്ന് ഞങ്ങളെ സർക്കാർ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതുപോലെ ധർമ്മപുത്ര മഹാരാജാവിന്റെയും പാണ്ഡവന്മാരുടെയും അടുത്ത് ചെന്ന് അവിടെ താമസിച്ച് അവർ തരുന്ന ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് അവിടെ എങ്ങനെ കൂടണം, എന്നിട്ട് അവരെ അനുഗ്രഹിക്കണം. ഇത് മാത്രമല്ല, ഇപ്പൊ അക്ഷയപാത്രം കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അപ്പൊ അതും അങ്ങ് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ദുര്യോധനന്റെ വാക്കുകള്
നിഷ്കളങ്കമാണ് എന്ന് ധരിച്ചു ദുർവാസാവ്. അദ്ദേഹം ഒരു പക്ഷപാതിയൊന്നുമല്ല ഈ കാര്യത്തിൽ. അദ്ദേഹത്തിന് പാണ്ഡവന്മാരെന്നോ അല്ലെങ്കിൽ കൗരവന്മാരെന്നോ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം സന്യാസിയാണ്. ശരി, അങ്ങനെ തന്നെ ആവാം, ദുര്യോധന അങ്ങയുടെ ആഗ്രഹം നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ കാട്ടിലേക്ക് പാണ്ഡവന്മാർ താമസിക്കുന്ന ആ സ്ഥലത്തങ്ങോട്ട് എത്തി. ധർമ്മപുത്ര മഹാരാജാവ് ദുർവാസാവിനെ കണ്ടതോടുകൂടി ഇതിൽ പരം സന്തോഷിക്കാനില്ല. ഒരു മഹാനുഭാവനെ, ഒരു മഹാശയനെ സത്കരിക്കാമല്ലോ, സന്തോഷിപ്പിക്കാമല്ലോ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഭക്ഷണത്തിന് വിളിച്ചു എന്നാ കഥ. എന്താ ഐതാഗ്ര്യഭുഗ്യ. ഈ ദുർവാസാവിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഏതാണ്ട് 10,000 ശിഷ്യന്മാരുണ്ട്. ഐതം 10,000 ശിഷ്യന്മാരോട് കൂടിയാ ദുർവാസാവ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ 10,000 ശിഷ്യന്മാർക്കും ഭക്ഷണം കൊടുക്കാമെങ്കിൽ മാത്രമേ എന്നെ ഊണ് കഴിക്കാൻ വിളിച്ചാൽ മതി. അവരെ ആദ്യ 10,000 ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ദുർവാസാവ് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പം ധർമ്മപുത്ര മഹാരാജാവിന് അതിന് വലിയ വിഷമമൊന്നുമില്ല. കാരണം അക്ഷയപാത്രം അവിടെ ഉണ്ട്. 10,000 അല്ല, 1,00,000 ആൾക്കാർ വന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹം അത് അതിനെന്താ ദുർവാസാവേ, അങ്ങ് കുളിച്ചിട്ട് വന്നോളൂ, കാര്യങ്ങളൊക്കെ ഇവിടെ നേരായിക്കൊള്ളാം എന്ന് പറഞ്ഞ് ദുർവാസാവിനെ കുളിക്കാനായിട്ട് യാത്രയാക്കി ശിഷ്യന്മാരെയും നേരെ അകത്തേക്ക് വിളിച്ചു. പാഞ്ചാലിയെ വിളിച്ചു, പറഞ്ഞു, ദാ ദുർവാസാവ് തന്റെ ശിഷ്യന്മാരോടൊപ്പം കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്, അവര് മടങ്ങി വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം. എന്നാൽ അത് കേട്ട് സന്തോഷിക്കേണ്ടതാണ് പാഞ്ചാലി. പക്ഷെ അന്ന് പാഞ്ചാലിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. കാര്യം എന്താ, പാഞ്ചാലി ഊണ് കഴിഞ്ഞിരുന്നു. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഒരു വറ്റ് പോലും പുറത്തു വരില്ല. അതോടുകൂടി ആകെ വിഷമിച്ചു. എന്താ വേണ്ടതെന്ന് അറിയില്ല. ആരോടാ പറയുക? പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? ധർമ്മപുത്രന് പറഞ്ഞ് പ്രയോജനമുണ്ടോ ഈ രംഗത്ത്? മാത്രമല്ല അർജുനനും ഒക്കെ വേറെന്തോ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയിരിക്കാം. അപ്പം ആരോടെ പറയുക തന്റെ സങ്കടം വന്നാൽ അത് പാണ്ഡവന്മാര്, പാഞ്ചാലി, കുന്തിദേവി ആദ്യം പറയണത് ഭഗവാനോടാ. അത് മുമ്പ് കേട്ടതാ. അത് ആ വംശത്തിൽ പിറന്ന ആരുടെ കാര്യമാണെങ്കിലും അങ്ങനെ. അപ്പൊ ഇവിടെ ഈ സന്ദർഭത്തിൽ പാഞ്ചാലി ആകെ ദുഃഖിച്ചു. എന്റെ കൃഷ്ണ, എന്റെ കൃഷ്ണ, കൃഷ്ണ എന്നിങ്ങനെ വിളിച്ചു എന്നാ പറയാ. പാർശ്വസ്ഥം ശരേ തെക്വാ രുക്മിണി കേശവ പ്രഭു. മഹാഭാരതത്തിൽ ഈ രംഗം അങ്ങനെ പറയാ. ഈ വിളി കൃഷ്ണ എന്നുള്ള ഉള്ളിൽ നിന്ന് വന്ന ആ ശബ്ദം, ഉറക്കെയുള്ള വിളി അല്ലെ, അത് എനിക്ക് ആരുമില്ല എന്നുള്ള ഭാവത്തോടു കൂടിയുള്ള, ഞാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കാൻ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള ആ വിളി ഭഗവാൻ കേട്ടു എന്നാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുകയായിരുന്നു? പാർശ്വസ്ഥം ശയനേ തെക്വാ രുക്മിണി കേശവ പ്രഭു. ഭഗവാൻ ഉച്ചയോട് കഴിഞ്ഞ് ആ രുക്മിണി ദേവിയോടൊപ്പം ആട്ടുകെട്ടിൽ ശയിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വിളി കേൾക്കുന്നത്. ഒട്ടും താമസിച്ചില്ല. അവിടെ നിന്ന് വളരെ ശീഘ്രം, വളരെ വേഗത്തിൽ എഴുന്നേറ്റു. എന്നിട്ട് രുക്മിണിയോട് മറുപടി പോലും പറയാൻ തയ്യാറാകാതെ അവിടുന്ന് പുറപ്പെട്ടു എന്നാണ്. എന്നിട്ടാണ് വളരെ വേഗത്തിൽ എടുത്തെത്തി. ഈ സാധാരണ പറയാറ് അതുകൊണ്ട് ഇത്ര ദൂരം എത്താൻ പറ്റുമോ? ദ്വാരകയിൽ നിന്ന് എന്താണെങ്കിലും അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ, വേഗത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ വേണ്ടേ? ഇതാ വിളി മുഴുവനായില്ല. അതിനു മുമ്പ് തന്നെ ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ഈ വനത്തിൽ ഇവർ താമസിക്കുന്ന ആ കുടിലിൽ എത്തി എന്നാണ് കഥ. അത്ഭുതപ്പെട്ടു പോയി. കയറിയങ്ങോട്ട് ചെന്നു എന്ന് മാത്രമല്ല, ഭഗവാൻ പാഞ്ചാലിന്ന് വിളിച്ചുകൊണ്ടാണ് വരണത്, കൃഷ്ണേന്ന് വിളിച്ചുകൊണ്ടാണ് കൃഷ്ണൻ വരണതേ. അപ്പൊ അത്ഭുതപ്പെട്ടു പാഞ്ചാലി. എന്താ കൃഷ്ണ, അങ്ങ് ഇത്ര പെട്ടെന്ന് എത്തി? ഞാൻ അങ്ങ് ഇപ്പം കൂടെ ഓർത്തേ ഉള്ളൂ. അല്ലേ ഭഗവാന്റെ പ്രത്യേകത? ഭഗവാൻ ദൂരെയാണെന്നൊക്കെയാണ് നമ്മുടെ ധാരണ. അങ്ങനെയല്ല. ഭക്തന്മാരുടെ ഹൃദയത്തിൽ വിളിച്ചാൽ വെളിപ്പുറത്താണ്. അത് പലപ്പോഴും ഭാരതീയർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക്, പ്രത്യേകിച്ച് ഗുരുവായൂർ ഭക്തന്മാർക്ക് അല്ലെ, അതുപോലുള്ളവർക്കൊക്കെ പ്രത്യക്ഷമാണല്ലോ ഭഗവാൻ. വിളിച്ചാൽ വെളിപ്പുറത്താണ്. ദൂരെയാണെന്നുള്ള തോന്നലാണ് നമുക്ക് പ്രശ്നം.
ഭഗവാൻ ദൂരെയല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട് ഭഗവത്ഗീതയില്, അർജുന, ഞാൻ എവിടെയില്ല, എന്റെ ഭക്തന്റെ ഹൃദയത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ശരിക്ക് അങ്ങനെയല്ലേ ഉണ്ടായത്? അത് ഇനിയും മേൽപ്പത്തൂരിന്റെ മുമ്പിലായാലും, അതുപോലെ തന്നെയാണ് കുറൂരമ്മയുടെ അടുത്തായാലും, നാമദേവന്റെ അടുത്തായാലും, അല്ലേ, ഭക്ത മീരയുടെ സമീപത്തായാലും, സൂര്യദാസന്റെ അടുത്തായാലും ഭഗവാൻ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. അവർക്കൊന്നും ഭഗവാൻ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അവരൊന്നും അന്യനായിരുന്നില്ല. ഭഗവാൻ സ്വന്തം ആളായിരുന്നു. പാഞ്ചാലിക്കും അത് തന്നെയായിരുന്നു അവസ്ഥ. പാഞ്ചാലി വിളിച്ചപ്പോ ആ സമയത്ത് അവിടെ ഇങ്ങനെ എത്തി. എന്നിട്ടോ ഭഗവാൻ പറഞ്ഞതെന്താ? കുന്തി, പാഞ്ചാലി, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും തരൂ. പറഞ്ഞു, എന്റെ കൃഷ്ണ, ഇവിടെ യാതൊരു വസ്തുവുമില്ല, ഞാൻ ഊണ് കഴിഞ്ഞു, ഇനി അക്ഷയപാത്രത്തിൽ ഒരു തുള്ളി പോലും ഒരു വസ്തുവുമില്ല, ഒരു വറ്റോ അല്ലെങ്കിൽ ലേശം ഒന്നുമില്ല. ഞാൻ ഭക്ഷണം കഴിഞ്ഞു, അത് കമഴ്ത്തി വെക്കുകയും ചെയ്തു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്റെ പാഞ്ചാലി, ഈ നർമ്മം പറയാനുള്ള സമയം ഇതല്ല. നല്ല വിശപ്പ് സഹിക്ക വയ്യാതെ ആകെ തളർന്ന് ഞാൻ വന്നിരിക്കാം. അപ്പൊ ഈ നർമ്മം പറയേണ്ട സമയമാണോ? അതുകൊണ്ട് വിനോദിക്കാനും നർമ്മം പറയേണ്ട സമയമല്ല. ഇല്ല കൃഷ്ണ, ഞാൻ സത്യമാണ് പറഞ്ഞത്, ഇവിടെ യാതൊന്നും ഇരിപ്പില്ല. കൃഷ്ണേന നർമ്മകാലോയം ശ്രമേണ അതുരയമയി എന്നാണ്. ഞാൻ ക്ഷുത്തുകൊണ്ട് വല്ലാതെ ആതുരനാണ്. ശീഘ്രം ഗച്ഛമസ്താലി ആമയിത്വാ പ്രദർശയ എന്നാണ്. അങ്ങനെ നീ കള്ളം പറയുകയാണ് തമാശായിട്ട്. അതുകൊണ്ട് ആ പാത്രം എടുത്തുകൊണ്ട് ഒരു ശീഘ്രം ഗച്ഛമ സ്ഥാലീവാനയിത്വാ പ്രദർശയ, ആ പാത്രം കൊണ്ടുവരൂ. ആ പാത്രം കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം. നീ ഊണ് കഴിഞ്ഞു, പാത്രത്തിൽ ഒന്നുമില്ല എന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കില്ല. ആ പാത്രം കണ്ടാൽ ഞാൻ വിശ്വസിക്കാം. എന്താ കൃഷ്ണ, പാത്രം കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? പാത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുന്തിയെ പാഞ്ചാലി പാത്രം കൊണ്ടുവന്നു. ഇനിയോ അങ്ങനെ കൊണ്ടുവന്നപ്പോഴോ ആ പാത്രത്തിന്റെ കണ്ഠഭാഗത്ത് ഒരു ഇലയുടെ കഷ്ണം, ഒരു ഇല എന്നാണ് പറയുക. ശാകം എന്ന് പറഞ്ഞ് പല അഭിപ്രായങ്ങളുണ്ട്. ചീരയില എന്നോ ഇനി അതല്ല എന്തെങ്കിലും ഇലക്കറിയുടെ എന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഇലക്കറിയുടെ ബാക്കി ഭാഗം, അതിന്റെ ഒരു ചെറിയ അംശം ആ പാത്രത്തിന്റെ കഴുത്ത് ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. പാഞ്ചാലി അത്ഭുതപ്പെട്ടു പോയി. ഈശ്വര, ഞാൻ ഭംഗിയായിട്ട് കഴുകി കമഴ്ത്തി വെച്ചിരുന്നാണല്ലോ, പിന്നെ എങ്ങനെ ഈ കഷ്ണം ഇവിടെ വന്നത് ആവോ? ഏതായാലും ഭഗവാന് പറഞ്ഞു, പാഞ്ചാലി അതല്ലേ പറഞ്ഞത്, അതിനകത്തൊന്നും കാണാതിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, അത് പാഞ്ചാലി വിശ്വാസമായല്ലോ. ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന്. ഇവിടെ കൊണ്ടുവരും. ആ പാത്രം അങ്ങ് മേടിച്ചു. എന്നിട്ടാണ് അതിനകത്ത് ലേശം വെള്ളം കൊണ്ട് ഒഴിച്ചു, കലക്കി. എന്നിട്ട് ഭഗവാൻ അങ്ങനെ എങ്ങനെ കുടിച്ചു എന്നാ പറയാ, അല്ലെ? സാധാരണ പറയാറുണ്ട്, ഭഗവാൻ സന്തോഷിച്ചാൽ ഭഗവാൻ സന്തോഷിച്ചാൽ പിന്നെ ആരാ സന്തോഷിക്കാത്തതെന്നാണ്. ഭഗവാൻ സന്തോഷിച്ചില്ലെങ്കിൽ ആര് സന്തോഷിച്ചാലും മറ്റ് കാര്യമില്ല. ഇവിടെ ഭഗവാന്റെ വയറെന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിൽ ആരുടെ വയറാന്ന് അറിയാത്തതെന്നാണ്. ഭഗവാനല്ലേ സന്തോഷിക്കേണ്ടത്. ഭഗവാന്റെ സന്തോഷമാണ് അത് ലോകത്തിന് സന്തോഷമായി മാറും. മറിച്ച് ലോകത്തിന് മുഴുവൻ സന്തോഷിപ്പിച്ചിട്ട് കാര്യമില്ല, ഭഗവാനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ. ഇവിടെ പാഞ്ചാലി ചെയ്തതാ, ഭഗവാനെ സന്തോഷിപ്പിച്ചു എന്നാണ്. ദുർവാസസോ എന്ന് പറയണു. അപ്പൊ പറഞ്ഞു, ഏതായാലും ഭക്ഷണം പറഞ്ഞു പാഞ്ചാലി, എനിക്ക് വേറെ നിറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ വന്നുകൊള്ളാം. അല്ലെ കൃഷ്ണ, കുറച്ച് വിശ്രമിച്ചിട്ട് പോയാൽ പോലെ. അതിനൊന്നും സമയമില്ല, ഒക്കെ പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തത്ര അജരാമ, അല്ലെ, അപ്പൊ തന്നെ ഭഗവാൻ അവിടെ നിന്ന് വന്ന പോലെ തന്നെ, അല്ലെ, ഇവിടെ വന്നത് തത്ര ഓജരാമെന്നാണ് പറഞ്ഞത്. ത്വരിതോ ഇന്ത്യഗതിരീശ്വര എന്നാണ്. ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ്? പാഞ്ചാലിയുടെ വിളി കേട്ട് വളരെ വേഗത്തിൽ ഭഗവാൻ വന്നു. എന്നാൽ അതുപോലെ തന്നെ പാഞ്ചാലിയുടെ ആ സർക്കാരും സ്വീകരിച്ച് ഭഗവാൻ മടങ്ങിപ്പോയി. ഏതായാലും കൊള്ളാം, ഇത് ആ രംഗം അങ്ങനെ കഴിഞ്ഞെങ്കിലും ഇത് എവിടെയാ ഇത് പ്രതിഫലിച്ചത്? ഭഗവാന്റെ വയറ് നിറഞ്ഞത് എങ്ങനെയാ പുറത്തു വന്നത്? അത് ദുർവാസാവിന്റെ സമീപത്താണ്. ദുർവാസാവ് തന്റെ ശിഷ്യന്മാരോടൊപ്പം ആ നദിയില് ജലാശയത്തിൽ മുങ്ങി. കുറച്ചു നേരം ഇങ്ങനെയുണ്ട്. അവരൊക്കെ സാധാരണ മുങ്ങുമ്പോ
അങ്ങനെ മുങ്ങി പെട്ടെന്ന് പൊങ്ങൊന്നുമില്ല. ഒന്ന് വെള്ളത്തിൽ അടിയിൽ ചെന്ന് ഒന്ന് ധ്യാനിച്ചിട്ടൊക്കെ പൊങ്ങുള്ളൂ. വെള്ളത്തിൽ എങ്ങനെ മുങ്ങി അത് കഴിഞ്ഞ് പൊങ്ങിയപ്പോ ഒന്നാന്തരം സദ്യ കഴിച്ച ഒരനുഭവമാണ്. അത് ദുർവാസാവിന് മാത്രമല്ല, സകല ശിഷ്യന്മാർക്കും ഈ അനുഭവം ഉണ്ടായി എന്നാണ്. ശാകാന്നശിഷ്ടമുപയുജ്യ യഥസ്ത്രലോകീം തൃപ്ത അമംസ്തസലിലേ വിനിമഗ്ന സംഘ. ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന സകല ആൾക്കാർക്കും, ഈ പറയുന്ന ദുർവാസ ഉൾപ്പെടെയുള്ളവർക്ക് എന്നൊന്നില്ലാത്ത സന്തോഷം. വയറ് നിറഞ്ഞു. അത് ഒരു പക്ഷേ വല്ല അസുഖം വന്നാലും വയറ് നിറയാം. അതങ്ങനെയല്ല, നല്ല സദ്യ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച ഒരു അനുഭവമാണ് ഈ ദുർവാസാവിന് ഉണ്ടായത്. ശിഷ്യന്മാർക്കും അവര് നേരെ കരക്ക് കയറി. അപ്പം അവിടെ ശിഷ്യന്മാരുണ്ട്. അവർ ശിഷ്യന്മാർ പറഞ്ഞു, എന്റെ മഹർഷി ഗുരുനാഥ, ഞങ്ങൾക്ക് നടക്കാനൊന്നും വയ്യ ഇപ്പം പഴയ പോലെ. എന്താ വയറ് നിറഞ്ഞിട്ട്. ദുർവാസാവ് പറഞ്ഞു, എന്റെ അവസ്ഥ അത് തന്നെയാണ്, എനിക്ക് തീരെ നടക്കാൻ വയ്യ. നല്ല ഭക്ഷണം കഴിച്ച അനുഭൂതി. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ധർമ്മപുത്ര മഹാരാജാവിന്റെ ആ ആശ്രമത്തിലെത്തിയാൽ അല്ലെങ്കിൽ വാസസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും നമുക്ക് തരും. ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാവും അവിടെ. അങ്ങനെ നമ്മൾ ഭക്ഷണം ക്ഷണിച്ചിട്ടുണ്ടല്ലോ. കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് പരിഭവമാവും. കഴിക്കാനിട്ട് നമുക്ക് പറ്റൂല്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോകണ്ട, വിവരം അറിയിച്ചാൽ മതി, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. ശരിക്ക് ഈ ദുർവാസാവ് അങ്ങനെ പറഞ്ഞണമെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട് ആചാര്യസ്വാമികൾ, ശ്രീരാചാര്യര്. പണ്ട് ദുർവാസാവിന് ഇതുപോലെ അബദ്ധം പറ്റിയെന്നാണ്. സാക്ഷാൽ അംബരീഷന്റെ അടുത്ത് ചെന്ന് ഇതേപോലെ അബദ്ധം പറ്റി. അപ്പൊ ഇനിയും ഒരബദ്ധം ഉണ്ടാവാൻ ഇടവരരുത് എന്ന് വിചാരിച്ചു എന്നൊക്കെ സൂചനയുണ്ട്. ഏതായാലും ഒരു ശിഷ്യനെ പറഞ്ഞു ധർമ്മപുത്രനോട്, ഇപ്പൊ തൽക്കാലം ഞാൻ അങ്ങോട്ടില്ല, ഞാൻ പിന്നെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അദ്ദേഹം അവിടുന്ന് യാത്രയായി എന്നാണ് കഥ. ശാകന്നശിഷ്ട ഉപയുജ്യ ത്രിലോകീം തൃപ്ത അമംസ്ത. ത്രിലോകത്തിന്റെയും നാഥനായ ഭഗവാൻ സന്തോഷിച്ചപ്പോ പിന്നെ ആർക്കാ സന്തോഷം വരാത്തത്? ദുർവാസാവ് സന്തോഷിച്ചു. ഇത് ഭഗവാന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് ഭക്തന്മാരുടെ വാക്കുകളിൽ പറയാറ് പതിവുണ്ട്. പണ്ടുള്ളവർ പറയാറ് പതിവുണ്ട്. രണ്ട് രംഗമാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ സന്തോഷിപ്പിച്ചെന്ന് പറയാം. ഒന്ന് സാക്ഷാൽ ഈ പാഞ്ചാലിയുടെ ഈ പറയുന്ന ശാകോദരം ഭക്ഷിച്ച രംഗം. അത് ഭഗവാൻ മറക്കില്ല. ഭക്തയുടെ ആത്മാർത്ഥമായ ആ വിളിയും അതിനെ താൻ കേട്ട് പരിഹരിച്ച ആ രംഗവും ഭഗവാന് സന്തോഷമുണ്ടായ കൃതാർത്ഥനായ രംഗമാണെന്ന് പറയാം. എനിക്ക് സാധിച്ചില്ലോ എന്നാ ഭഗവാൻ പറയാം. ഭക്തയെ എനിക്ക് സഹായിക്കാൻ സാധിച്ചല്ലോ. അതുപോലെ തന്നെയാണ് പിന്നെ സുദാമാവിന്റെ ആ അവിൽക്കിഴി അല്ലെങ്കിൽ അവിൽപ്പൊതി വാങ്ങി അഴിച്ച് അത് ഭക്ഷിച്ച കഥ, ഭക്ഷിച്ച രംഗം. ഇത് ഭഗവാന്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും മാറില്ല. മാറാത്ത രണ്ട് ചിത്രങ്ങളായി അത് ആ ഹൃദയത്തിൽ എന്നും എല്ലാ കാലവും ശോഭിക്കും. പണ്ടൊരിക്കൽ പാണ്ഡവ മഹിഷിയുടെ ശാകോദനം ഉണ്ടു നാം ഇന്നു ഭവാന്റെ പ്രതൂകം തിന്നു എന്നൊക്കെ പറയും. ഉണ്ടു ഇന്നു ഭവാന്റെ പ്രതൂകം തിന്നു. അത് ദുർവാസ സാക്ഷാൽ കുചേലന്റെ അവിൽക്കിഴി വാങ്ങി അതഴിച്ച് ഒരു പിടി കഴിച്ച് രണ്ടാമത്തെ കഴിക്കാനായിട്ട് ഭാവിച്ചപ്പോഴാണല്ലോ അദ്ദേഹത്തിനെ തടഞ്ഞത് സാക്ഷാൽ ഭഗവത് പത്നിമാര് അല്ലെങ്കിൽ രുക്മിണീദേവി. അപ്പൊ അതൊക്കെ അന്ന് ഭഗവാൻ ഓർത്തു, ഞാൻ ഇതുപോലെയുള്ള രംഗമാണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എനിക്ക് സന്തോഷം ഉണ്ടായ രംഗമാണ് ആ പാഞ്ചാലിയുടെ ആ ശാകോദരം കഴിച്ച ദിവസം എന്നൊക്കെ പറയും. ഏതായാലും കൊള്ളാം, ആ രംഗം ഓർത്തു. അന്ന് എന്താ ചുരുക്കം പറഞ്ഞത്, അന്ന് ഈ തരത്തിൽ പാഞ്ചാലിയെ അനുഗ്രഹിക്കാൻ ഭഗവാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവം? അതും കൂടെ നമുക്ക് ആലോചിക്കണമല്ലോ. ദുർവാസാവ് കുളി കഴിഞ്ഞു വരും, എന്നിട്ട് ഉളി കഴിക്കാനായിട്ട് ഇരിക്കും, ഭക്ഷണം കഴിക്കാൻ. അപ്പൊ എന്താ പറയുക? ധർമ്മപുത്ര മഹാരാജ തൊഴും എന്ന് പറയും. അതെ, ദുർവാസാവ് ക്ഷമിക്കണം, ഞാനങ്ങനെ ഊണ് കഴിക്കാനൊക്കെ വിളിച്ചു, ഇല്ലാന്നല്ല. പക്ഷെ അതൊന്നും വേണ്ടതുപോലെ ആയില്ല. ഞാൻ വിചാരിച്ചു പറഞ്ഞും പറ്റിയില്ല. പാഞ്ചാലി ഊണ് കഴിഞ്ഞു, ഇനി അക്ഷയപാത്രത്തിൽ നിന്ന് യാതൊന്നും കിട്ടുകയില്ല. അത് എന്നോട് ക്ഷമിക്കണം.
നല്ല കാര്യമായി. വിശന്ന് തളർന്ന് അല്ലെ കുളിയും കഴിഞ്ഞ് വന്ന ഒരാളോട് ഊണ് കഴിക്കാൻ ക്ഷണിച്ചിട്ട് പിന്നെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എന്ത് അവമതിയ അയാൾക്കുണ്ടാവുക? ഇതിനേക്കാൾ എന്ത് ദേഷ്യമുണ്ടാവുക? സംശയമില്ല. അന്ന് കഴിയും പാണ്ഡവന്മാരുടെ കാലം. ശപിക്കും ദുർവാസാവ്. പക്ഷെ അത് ഉണ്ടായില്ല. അതെന്താ കാരണം? ഭഗവാന്റെ ആ അനുഗ്രഹം, ഭഗവാന്റെ ആ ആനുകൂല്യം ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാൻ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തി. അങ്ങനെയുള്ള ഭഗവാൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. ബന്ധുരൂപിയായ ആ ഭഗവാൻ നമ്മളിൽ നിന്നും എല്ലാ യോഗ്യതകളും ഇതാ അപഹരിച്ചിരിക്കുന്നു. ഇനിയും ആ രംഗം വളരെ വിശേഷപ്പെട്ട ഒരു രംഗമായിട്ടാണ് ആ രംഗം പറയാ. അത് കഴിഞ്ഞാലും ഇതാ വീണ്ടും പറയാ 12ാമത്തെ ശ്ലോകമായിട്ട്, യേജസാദ ഭഗവൻ യുധി ശൂലപാണി വിസ്മവിദ സഗിരിജോസ്ത്രമദാന്നിജമ്മി അന്യേ വിചാരമമുനൈവ കളേവരേണ ഭക്തോ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം. വനവാസത്തിൽ ആണ് പല സംഭവങ്ങളും ഇതുപോലെ ഉണ്ടായിട്ടുള്ളത്. ആ ദ്വൈതവനം എന്ന് പറയുന്ന പ്രദേശം, ആ ദ്വൈതവനത്തിൽ ആണ് ഇപ്പം പാണ്ഡവന്മാർ താമസിക്കുന്നത്. കുറെ ദിവസം അവിടെ താമസിക്കണ്ടായി. അക്കാലത്താണ് വേദവ്യാസ മഹർഷി ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ വരും. അങ്ങനെ ഒരു പ്രാവശ്യം അവരെ കാണാൻ വന്നപ്പോ വേദവ്യാസൻ തന്നെ പറഞ്ഞു, എന്റെ ധർമ്മപുത്ര, നിങ്ങൾ ഇങ്ങനെ ഈ കാട്ടു കനിയിൽ നിന്ന്, കാട്ടുപഴം നിന്ന്, കാട്ടുചോല വെള്ളം കുടിച്ച് ഇങ്ങനെ കഴിയേണ്ടവരല്ല. നിങ്ങൾ ധർമ്മിഷ്ഠന്മാരാണ്. രാജ്യം ശരിക്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം അതിപ്പം മറ്റുള്ളവരാണ് ഭരിക്കുന്നത്. ദുര്യോധനാദി അവർക്ക് ഒരു അവകാശവും ഇല്ല. ഇനി അധർമ്മികളാണ് താനും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ രാജ്യം മടക്കി കിട്ടണം. അതിന് യുദ്ധമല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം, ഒരു കലഹത്തിൽ കൂടി അല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് നിങ്ങളതിന് പോന്നവരാണ്, സംശയമൊന്നുമില്ല. എന്നാലും ആയുധത്തിന്റെ കാര്യത്തിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് നികത്തണം. അതുകൊണ്ട് കാര്യം ചെയ്യാം, മഹാദേവനെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൂടി ആയുധം വാങ്ങണം എന്ന് പറഞ്ഞപ്പോ അതിനിപ്പം എന്താ വേണ്ടത്? അപ്പൊ തപസ് ചെയ്യണം. ആരാ വേണ്ടതെന്ന് ആലോചിച്ചു. അപ്പൊ അർജുനൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ തന്നെ ആവാം. അങ്ങനെയാണ് സാക്ഷാൽ അർജുനൻ മഹാദേവനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ വടക്ക് ദിക്കിലേക്ക് പോയി എന്നാണ്. വടക്ക് ദിക്കിലേക്ക് കുറെ പോയി കുറെ ചെന്നപ്പോ അവിടെ ഒരു സന്യാസിയെ കണ്ടു. ഒരു സന്യാസിയെ കണ്ടു എന്ന് മാത്രമല്ല, ആ സന്യാസി പലതും പറഞ്ഞ് തപസ്സിൽ നിന്നും അർജുനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പലതും പറഞ്ഞു. അർജുനൻ പറഞ്ഞു, മഹർഷി വരിക, എനിക്ക് അങ്ങനെയൊരു ബഹുമാനവും ആദരവൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയില്ല. അതിന് മരണമാണ് ഇതിന്റെ പരിണതഫലമെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ എന്റെ ലക്ഷ്യത്തിൽ നിന്നും ലേവാലേശം പോലും പിന്മാറില്ല. ആ ലക്ഷ്യം നേടാനുള്ള കഴിവ് എനിക്കുണ്ട്, നല്ല മനസ്സുകൊണ്ട്, പരിശ്രമിക്കാനുള്ള മനസ്സുണ്ട്. ഇത്രയും കേട്ടപ്പോ ഈ വേഷം മാറി വന്ന ആള് അത് വേറെ ആരുമല്ല, സാക്ഷാൽ ദേവേന്ദ്രനായിരുന്നു. ഈ അർജുനന്റെ ആ മനസ്സിന്റെ അവസ്ഥ, അദ്ദേഹത്തിന്റെ ആ ദൃഢനിശ്ചയം, നിശ്ചയദാർഢ്യം, അതുപോലെ അദ്ദേഹത്തിന്റെ ആ വീര്യം, ഇതൊക്കെ പരീക്ഷിക്കാനാണ് അവിടെ വന്നത്. അതിൽ അർജുനൻ വിജയിച്ചു. അപ്പം പറഞ്ഞു ദേവേന്ദ്രൻ, അങ്ങ് തപസ് ചെയ്തോളൂ, അങ്ങയുടെ തപസ് വിജയിക്കും, ആഗ്രഹമൊക്കെ നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് യാത്രയാക്കി. അങ്ങനെയാണ് അദ്ദേഹം വന്നു തപസ് ആരംഭിച്ചു. മഹാദേവനെ എങ്ങനെ തപസ് ആരംഭിക്കും? എന്താ അദ്ദേഹത്തെ തപസ്? കിരാതൻ കഥയൊക്കെ ശ്രോതാക്കള് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എതിർപ്പെടുന്ന ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഊണില്ല, ഉറക്കമില്ല, ഏകാഗ്ര മനസ്സോടുകൂടി അവിടെ അങ്ങനെ തപസ് ചെയ്യാം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ശിവമഹാദേവൻ ശ്രീപാർവതി ചോദിച്ചു, പാർവതി കണ്ടില്ലേ നമ്മുടെ ആ അർജുനന്റെ തപസ്? അദ്ദേഹം അത്ര മോശക്കാരനാണോ? നമ്മുടെ കൃഷ്ണന്റെ സ്വന്തം ആളല്ലേ? അദ്ദേഹത്തിനെ ഇനിയും നമ്മൾ ബുദ്ധിമുട്ടിക്കണോ? അദ്ദേഹത്തിന് മുമ്പിൽ ചെല്ലുകയല്ലേ? അപ്പം പാർവതി പറഞ്ഞു, എനിക്ക് സംശയമൊന്നുമില്ല, അങ്ങ് കരുണാവാരിധിയാണ്,
അർജുനൻ അനുഗ്രഹിക്കുന്നു പറയാം. എന്നാലും ഒന്ന് പരിശോധിച്ചിട്ട് പോരെ, എത്രമാത്രം അർജുനന് അർഹതയുണ്ട്, നമ്മൾ കൊടുക്കുന്ന ആയുധങ്ങളൊക്കെ ഏൽക്കാൻ സ്വീകരിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് അറിയണ്ടേ, ഒന്ന് പോയി നോക്കാം. അങ്ങനെയാണ് ഒരു കാട്ടാളന്റെ വേഷം ശിവമഹാദേവനും കാട്ടാളത്തിയുടെ വേഷം ശ്രീപാർവതി ദേവിയും സ്വീകരിച്ചു. രണ്ടുപേരും കൂടി ആ കാട്ടിലെങ്ങനെ എത്തി. അവരെങ്ങനെ കാട്ടുജാതിക്കാരുടെ ആ രീതിയിൽ വർത്തമാനം പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവിടെ ഇങ്ങനെ അർജുനന്റെ ആ നോട്ടം പെടുന്ന സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. അർജുനൻ കണ്ടു വന്നപ്പോ അവരെ കണ്ടു, രണ്ട് കാട്ടുജാതിക്കാരെ, എന്താ വെച്ചാൽ ആയിക്കോട്ടെ. അങ്ങനെ വിചാരിക്കും. പെട്ടെന്ന് അതുവഴി ഒരു പന്നി വന്നു കഥ. ശരിക്കും പന്നി വേറെ ഒരു മൂകാസുരൻ എന്ന് പറഞ്ഞ പേരായ അസുരനാണ് ഒരു പന്നിയുടെ വേഷത്തിലവിടെ വന്നത്. സംശയിച്ചൊന്നുമില്ല. അപ്പൊ തന്നെ അർജുനൻ ആ അസ്ത്രം പ്രയോഗിച്ചു. അതേ സമയത്ത് തന്നെ ഈ കാട്ടാളനും വേഷം മാറി വന്ന മഹാദേവൻ, കാട്ടാളന്റെ വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത്, അദ്ദേഹം അസ്ത്രം പ്രയോഗിച്ചു. പന്നി ചത്തു വീണു. രണ്ടുപേരും ഓടിച്ചെന്നു. ഞാനാണ് പന്നിയെ കൊന്നതെന്ന് കാട്ടാളൻ. അല്ല, എന്റെ അമ്പേറ്റാണ് പന്നി മരിച്ചതെന്ന് അർജുനൻ. അല്ല, നീന്റെ അമ്പേറ്റല്ല പന്നി മരിച്ചത്, എന്റെ അമ്പേറ്റാണോ എന്ന് കാട്ടാളൻ. കാട്ടാളശ്രീയും പറഞ്ഞു, അത് എന്റെ ഭർത്താവിന്റെ അമ്പേറ്റ് തന്നെയാ മരിച്ചതെന്ന്. എന്തിനും പറയണു, ഒന്നും രണ്ടും പറഞ്ഞ് അവര് കലഹമായി, വഴക്കായി. എന്നാൽ അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു അല്ലെ ഗാന്ധീവം യുദ്ധം ആരംഭിച്ചു. ഗംഭീരമായ യുദ്ധം. ആ യുദ്ധത്തിൽ അവസാനം ആയപ്പോഴേക്കും അർജുനൻ തളർന്നു തുടങ്ങി. അവസാനം ബോധം കെട്ട് വീണു, തളർന്നു വീണു അർജുനൻ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട്. അർജുനൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഈശ്വര, ലോകത്ത് ഇന്നേ വരെ ഒരാൾ പോലും എന്റെ അസ്ത്രത്തിന്റെ മുമ്പിൽ, എന്റെ ആയുധത്തിന്റെ മുമ്പിൽ നിന്നിട്ടില്ല. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, എന്റെ കഴിവ് എടപ്പോയി. അവസാനം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്ന് താഴെ വീണു. പിന്നെ മഹാത്സ്യം മാറി കണ്ണു തുറന്ന് നോക്കിയപ്പോ ആ കാട്ടുജാതിക്കാരായ കാട്ടാളനും കാട്ടാള സ്ത്രീ അവിടെ നിൽപ്പുണ്ട്. പെട്ടെന്നാണ് താൻ തപസ് ചെയ്യാൻ വന്നത് മഹാദേവനെയാണ്. താൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയുമായിരുന്നു. അപ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടായത്. ഏതായാലും തപസ്സിന് ഇനിയും മുടക്കം വരുത്തണ്ട. ഇരുന്നു കൊണ്ട് തന്നെ അവിടെ കുറെ മണ്ണ് ഉണ്ടായിരുന്നു, കുറെ വെള്ളവും കൂടി ചേർത്ത് ഒരു ശിവലിംഗത്തിന്റെ രൂപം ഉണ്ടാക്കിയതാണ്. എന്ന് പറഞ്ഞു വെച്ചു. ആ ശിവലിംഗത്തിൽ അർച്ചിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ കുറെ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ആ പൂ കൊണ്ടങ്ങനെ ശിവനെ തന്നെ മനസ്സിൽ വിചാരിച്ച് അർച്ചിക്കുമ്പോ ഈ പൂക്കൾ മുഴുവൻ ചെന്ന് വീണത് ഈ കാട്ടാളന്റെയും കാട്ടാള സ്ത്രീയുടെയും ശിരസിലാണ്, അവരുടെ ശരീരത്തിലാണ്. അർജുനൻ അത്ഭുതപ്പെട്ടു, എന്ത് ഇങ്ങനെ സംഭവിക്കുക? കാരണം കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോ അർജുനന് ബോധമൊന്നും അല്ല. എന്തുകൊണ്ട് ഈ വന്നവർ ശിവനും പാർവതിയും ആയിക്കൂടാ? എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ആവില്ല എന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലായി. ചാടി എഴുന്നേറ്റു. സാഷ്ടാംഗം വീണങ്ങനെ നമസ്കരിച്ച്, ക്ഷമ്യതാം, തെറ്റുപറ്റി, മാപ്പാക്കണേ, അടിയനോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ അല്ലേ അർജുനൻ ചെയ്തത്? ആ തന്റെ കയ്യിലുള്ള ആ അമ്പ് വില്ല് ഗാന്ധീവം കൊണ്ട് അവസാനം എല്ലാം വില്ലൊക്കെ ആയുധമൊക്കെ തീരും. എന്നിട്ട് കൈ കിട്ടിയതുകൊണ്ടങ്ങനെ മഹാദേവന്റെ ശിരസിലെങ്ങനെ ആഞ്ഞടിക്കും എന്നാ പറയാ. അങ്ങനെ എത്ര അടിയാ കൊടുത്തത്? ക്ഷമിക്കണേ, അടിയനോട് ക്ഷമിക്കണേ, അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാക്കൽ വീഴുകയും എഴുന്നേൽക്കുകയും കണ്ണീരെ ഒഴിപ്പിക്കുകയും. മഹാദേവൻ പറഞ്ഞു, അർജുന സന്തോഷായി, നിന്റെ ഓരോ അടിയും എന്നെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. കൊച്ചുകുട്ടികള് 2, 3, 4 വയസ്സായ കുട്ടികള് അച്ഛനെ തല്ലുമ്പോ ഏതെങ്കിലും അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയാറുണ്ടോ, അവൻ എന്നെ വല്ലാണ്ട് ദ്രോഹിച്ചു കേട്ടോ, തല്ലി ദ്രോഹിച്ചു എന്ന് പറയാറില്ല. മറിച്ച് പറയും, അവന്റെ ശക്തി കൂടുന്നുണ്ട് കേട്ടോ, ആ പ്രായത്തിന്റെ ശക്തിയൊന്നും അല്ല എന്ന് പറഞ്ഞ് അനുമോദിക്കുകയല്ലേ ചെയ്യാറ്. ഇതാണ് വാത്സല്യം, ഭക്തവാത്സല്യത്തിന് ഇങ്ങനെയൊരു ഭാവം കൂടിയുണ്ട്. പറഞ്ഞു, നിനക്ക് എല്ലാ മംഗളങ്ങളും തരുന്നു, എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചുകൊള്ളൂ, നിനക്ക് പാശുപതം എന്ന് പറയുന്ന അസ്ത്രം. അങ്ങനെയാണ് ഈ പാശുപതാസ്ത്രം മഹാദേവൻ ഈ അർജുനന് കൊടുക്കുന്നത് എന്നാണ്. യത് ബാന്ധവ തത്രൈവാം യജസാദ ഭഗവൻ യുധിശൂലപാണി വിസ്മാപിത സഗിരിയോസ്ത്രമദാന്നിരമ്മേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ മഹാദേവൻ തനിക്ക് ഈ അസ്ത്രങ്ങളൊക്കെ തന്നത്?
അതോ അടിയനുള്ള കാരുണ്യം കൊണ്ട്? അത് മാത്രമാണോ? അത് മാത്രമല്ല, അടിയൻ ശ്രീകൃഷ്ണന്റെ വേണ്ടപ്പെട്ടയാളാണ്, കൃഷ്ണന്റെ ആളാണ്, കൃഷ്ണന്റെ സ്വന്തമാണ്. അതുകൊണ്ടാണ് അടിയൻ ഈ പരിഗണന മഹാദേവൻ തന്നത്, സംശയമൊന്നുമില്ല. ഇനിയും മഹാദേവൻ മാത്രമാണോ ഈ ആനുകൂല്യം നൽകിയത്, ഈ അനുഗ്രഹം നൽകിയത്? അല്ലല്ലോ. അന്യേബീജാഹമമുനൈവകളേബരേണ പ്രസ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം അന്യേബീജാഹമമുനൈവകളേബരേണ. ഇനി മറ്റുള്ള മറ്റുള്ള ദേവന്മാരും ഇതുപോലെ തന്നെ ആയിരുന്നു. ഏതാ ഈ മറ്റുള്ള ദേവന്മാര്? അതാണ് ശരിക്ക് ഒന്ന് വരുണനാണ്. വരുണനിൽ നിന്നും കിട്ടിയ അതെന്താ? പാശം. വളരെ വിശേഷമാണ് വർണ്ണപാശം. പുരാണങ്ങളിലൊക്കെ ധാരാളം ഇടയ്ക്കിടെ കാണുന്ന ഒന്നാണ് ഈ വർണ്ണപാശം. ആ വർണ്ണപാശം വരുണൻ നൽകി അർജുനന്. മതിയോ? കുബേരൻ ശരിക്ക് എന്താ കുബേരൻ നൽകിയ ഒരു സമ്മാനം? അന്തർധാനം എന്ന് പറയുന്ന ഒരസ്ത്രം. അതാണ് അന്തർധാനാസ്ത്രമാണ് കുബേരൻ നൽകിയ അസ്ത്രം. ഇനി അഗ്നിദേവൻ എന്താണ്? അത് നമ്മൾ നേരത്തെ കേട്ടു. ഗാന്ഡീവം എന്ന് പറയുന്ന ധനുസ്സാണ് അല്ലെ ആ അഗ്നിദേവൻ നൽകിയത്. ഇനിയും പിന്നെ യമൻ കൊടുത്തു, അദ്ദേഹത്തെയും കണ്ടു, അദ്ദേഹം കൊടുത്തു അല്ലേ ഒരു ദണ്ഡ്. യമന്റെ ദണ്ഡ് വളരെ വിശേഷപ്പെട്ട ദിവ്യമായ ഒരു ദണ്ഡ്, ഒരു വടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ എല്ലാ ദേവന്മാരെയും സന്തോഷിപ്പിച്ച് അവരിൽ നിന്നൊക്കെ അനവധി 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 ആയുധങ്ങള് കിട്ടി. ഒപ്പം അവരുടെയൊക്കെ ആശിസ്സുകളും കിട്ടി. എന്നിട്ടോ അത് മാത്രമാണോ? അർജുനൻ പണ്ട് ദേവേന്ദ്രന് ഒരു വാക്ക് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ ആവശ്യപ്രകാരം ദേവലോകത്തിൽ എന്ന് ദേവന്മാരെ സഹായിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. അപ്പോഴാണ് ദേവലോകത്ത് അസുരന്മാരുടെ ആക്രമണം ഉണ്ടായത്. അങ്ങനെയാണ് മാതലിയെ വിട്ട് അർജുനനെ വരുത്തി ദേവലോകത്ത്. എന്നിട്ട് ഈ പറയുന്ന ദേവേന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്തു അസുരന്മാരോട്. അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവലോകത്തിലെ ആ ദേവന്മാരുടെ ആ ദുഃഖം, അസുരന്മാര് മൂലമുണ്ടായ ആ വിഷമം മാറ്റി. അജയ്യമാണ് ദേവലോകം എന്ന് വീണ്ടും കാണിച്ചു കൊടുത്തു. അത് ആരുടെ സഹായമാണ് അവര് നേടിയത് അല്ലെങ്കിൽ സ്വീകരിച്ചത്? അർജുനന്റെ സഹായം. അങ്ങനെയുള്ള അർജുനനോട് എങ്ങനെയാ ദേവേന്ദ്രൻ നന്ദി കാണിച്ചത്? മഹദാസനാർത്ഥം എന്നാണ്. അർത്ഥാസനം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ്. ശരിക്ക് ഈ തന്റെ സിംഹാസനത്തിന്റെ താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ പേരണ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിത്രയ്ക്ക് അത്ഭുതപ്പെടാനുണ്ടോ എന്ന് നമുക്ക് തോന്നും. അത്ഭുതപ്പെടാനുണ്ട്. എന്താ കാരണം? ദേവേന്ദ്രന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്ന് കിട്ടാൻ എളുപ്പമല്ല. എന്താ കാരണം? ദേവേന്ദ്രനെ കുറിച്ച് പല പല പരാതികളും പലർക്കും ഉള്ളതായിട്ട് പുരാണങ്ങൾ പറയുന്നുണ്ട് അല്ലെ. സ്വാർത്ഥകുശല, സ്വാർത്ഥന്മാരിൽ അല്ലെങ്കിൽ സ്വാർത്ഥതയില് കുശലന്മാരാണ്. തന്റെ കാര്യം നോക്കുന്നതിൽ, സ്വന്തം കാര്യം നോക്കുന്നതിൽ അഗ്രഗണ്യന്മാരാണ് ഈ ദേവന്മാര്, പ്രത്യേകിച്ച് ദേവേന്ദ്രൻ. അതുകൊണ്ട് ആർക്കും ഈ അർദ്ധാസനം കൊടുത്താൽ ഇനിയും തന്നെ കൂടി ഇങ്ങോട്ട് തള്ളി മാറ്റുമോ എന്ന് പേടിച്ചിട്ട് ഒരാളെ അടുത്തിരുത്തില്ല. എന്നാൽ ഈ ദേവേന്ദ്രൻ അർജുനനെ അർദ്ധാസനം കൊടുത്ത് അദ്ദേഹം സന്തോഷിപ്പിച്ചു എന്നാണ്, അല്ലെങ്കിൽ അംഗീകരിച്ചു. അപ്പൊ അതും ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ സഹായം അർജുനനുണ്ട്. ഭഗവാനെ സഹായം കിട്ടാൻ ഭഗവാനെ സമീപിക്കേണ്ട, അർജുനെ സമീപിച്ചാലും മതി എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അർജുനനോട് ഈ ദയവ് കാണിച്ചത്, അല്ലെങ്കിൽ ഈ പെരുമാറ്റം ഉണ്ടായത്. അപ്പം എന്താ കാരണം? അതും ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലാണ്, മറ്റുള്ളവർക്കുള്ള തോന്നലാണ് ഈ അർജുനനെ മറ്റുള്ളവർ അംഗീകരിക്കാനും പാണ്ഡവന്മാരെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും പാണ്ഡവന്മാരെ തള്ളിക്കളയാതെ ഏത് സന്ദർഭത്തിലും അന്നുള്ള ഏത് രാജാക്കന്മാരും പാണ്ഡവന്മാരെ അംഗീകരിച്ചിരുന്നു പറയാ അർജുനൻ. അതിന് പ്രധാനമായ കാരണം കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ള ആനുകൂല്യം, അങ്ങനെയുള്ളൊരു അംഗീകാരം ജ്യേഷ്ഠ ഇനി നമുക്ക് ലഭിക്കില്ല. കാര്യം എന്താ? വഞ്ചിതോഹം മഹാരാജ ഹരണാബന്ധരൂപിണ യേനമേ ബഹൃതം തേജോ
ദേവ വിസ്മാപനം മഹത്. നമ്മുടെ എല്ലാ തരത്തിൽ യോഗ്യതകളെയും അവിടെ തിരിച്ചെടുത്തു. അവിടുന്നും ഈ ലോകത്തിൽ നിന്ന് യാത്ര ഭഗവാന്റെ ആ യോഗ്യതകള് നമ്മൾ മറന്നു. അല്ല, അദ്ദേഹത്തെ വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു പോരായ്മ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് അർജുനൻ ജ്യേഷ്ഠന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇതാണ് 12ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെയാണ് ഇനിയും തത്രൈവമേ വിഹരതോ ഭുജിദണ്ഡയുഗ്മം. ഇനിയും കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ട ആ ചില കാര്യങ്ങള്, കുറെ അനുഭവങ്ങള്, എല്ലാ അനുഭവങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അർജുനൻ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. അതെല്ലാം കേട്ട് ധർമ്മപുത്ര മഹാരാജാവ് കൊട്ടാരം വിട്ടു പോകുന്നു. ഇതൊക്കെയാണ് ഇനിയും അവരുടെ രംഗങ്ങൾ നമുക്ക് അനുസ്മരിക്കേണ്ടത്. തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ബാക്കിയുള്ള അർജുനന്റെ ആ കരച്ചിൽ, അർജുനന്റെ പറച്ചിൽ, അർജുനന്റെ വാക്കുകള് അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ